ചക്കിട്ടപ്പാറ മുതുകാട് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദിവ്യാംഗൻ വളയത്ത് ജോസഫിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത. കാരണം ഇന്നാണ് സംസ്കാരം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ പഞ്ചായത്ത് അധികൃതർ പ്രതികരിക്കുന്ന ഒരു രീതി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ് അവസ്ഥ എന്ന കൂടിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ജോസഫിനെ വീട്ട് വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പെൻഷൻ മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് 2 മാസം മുൻപ് പോലീസിലും പഞ്ചായത്തിലും ജോസഫ് പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ പ്രജിത് മോഹനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. പ്രജിത്ത്, ഈ ഒരു വാർത്തയോട് പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ച രീതി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം. പക്ഷേ ഖേദകരമാണ്. ഒരുപക്ഷെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇപ്രകാരം ഒരു ജീവിക്കാൻ പോലും വഴിയില്ലാതെ ഗതികെട്ട് മറ്റൊരു ഉപാധികളില്ലാതെ ഈ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ കേരളത്തിലാണ് എന്നതുകൂടിയാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായും തുണയായും ആരും ഇല്ലാതെ വരുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യർ ചില സമയത്ത് അത്തരം തെറ്റായ തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതും പക്ഷേ പെൻഷൻ തുക കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഈ വളയത്ത് ജോസഫിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ, അതിസാധാരണക്കാരായ മനുഷ്യർ, ജോലിയെടുത്ത് ജീവിക്കാൻ പ്രത്യേകിച്ച് ആവതില്ലാത്ത മനുഷ്യർ, അവർക്കൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ സർക്കാർ പരാജയപ്പെടുന്ന ഒരു സ്ഥലത്ത് അടിസ്ഥാനപരമായ ദിവസവും അവരുടെ പ്രതിദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒന്നും പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഈ ജോസഫിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട്. പ്രത്യേകിച്ച് മകളെ ഇദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്താൾ അവർ ഒരു കിടപ്പ് രോഗിയും ദിവ്യാംഗയും ഒക്കെയാണ്. അപ്പോൾ അവർക്കും ഈ രീതിയിലുള്ളൊരു പെൻഷനുണ്ട്, ഈ രീതിയിലുള്ളൊരു സഹായം കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ 5 മാസമായി ഇത് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ജോസഫിന്റെ ആത്മഹത്യ എന്നിരിക്കെ തന്നെ ഇതിന് മുൻപ് ഈ മകളെ ഏതാണ്ട് ഒരു വർഷം മുൻപ് ഒരു സ്വകാര്യമായ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനാഥാലയത്തിലേക്ക് മാറ്റിയ സമയത്ത് അതിനുശേഷമുള്ള തുകയും ജോസഫ് കൈപ്പറ്റിയിരുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അതായത് ജോസഫിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, മകളുടെ പേരിലുള്ള പണവും ജോസഫ് വാങ്ങിച്ചെടുത്തു, അതുകൊണ്ട് ജോസഫിനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നതും. അതും 5 മാസമായി ഈ പറഞ്ഞ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമായ ബോധ്യമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആ ഭാഗത്തേക്ക് ഒരു റോഡ് നിർമ്മിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് നേരത്തെയും ഈ രീതിയിലുള്ള ആത്മഹത്യ ചെയ്യുമെന്ന രീതിയിലുള്ള ഒരു സമരങ്ങളുടെ ഭാഗമായി ഈ ജോസഫ് നേരത്തെ ഒരു കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ഒരു ആത്മഹത്യ നടത്തുമെന്നുള്ള രീതിയിലൊരു സമരം നടത്തിയിരുന്നു, ഒരു പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതൊക്കെ നാട്ടുകാർക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു എന്നാണ് വീട്ടുകാരും അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകളും ഒക്കെ പറയുന്നത്. പട്ടയ പ്രശ്നം പോലെയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും അതിൽ വിവിധ സമരങ്ങൾ നയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ സമരങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കളക്ടറേറ്റിൽ നടത്തിയ ഒരു സമരമാണ് ഈ ആത്മഹത്യ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ പണ്ട് നടത്തിയിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം സ്ഥിരം ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ആളാണ് എന്ന രീതിയിലുള്ള ഒരു വാക്കുകളും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്ക ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ ഒരു ആരോപണം മുൻപ് ഈ ജോസഫിന്റെ വീടിരിക്കുന്ന ഭാഗം ഒരു പാർട്ടി ഗ്രാമം പോലെ, ഒരു CPM ഒരു പാർട്ടി ഗ്രാമം പോലെയുള്ള മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ കോൺഗ്രസിന്റെയൊക്കെ അനുഭാവിയായി നിൽക്കുന്ന ഏക മനുഷ്യനാണ് ഈ ജോസഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിനെ കാലങ്ങളെ അവിടെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. പല വിധത്തിലുള്ള സഹായങ്ങൾ തേടി അധികാരികളെ സമീപിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കുടുംബം ആരോപിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടെ 12 മണിയോടെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം സംസ്കരിക്കുന്നതായിരിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണ് സംസ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പരാമർശങ്ങളാണ്.
1 വർഷത്തിന് മുൻപ് മകളെ ഈ പറയുന്ന രീതിയിൽ ഒരു സ്വകാര്യ ട്രസ്റ്റ് കീഴിലുള്ള ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷവും ജോസഫ് മകളുടെ പേരിലുള്ള പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത്, അതായത് ഒരു സാധാരണ കുടുംബത്തിൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ, അവർ രണ്ടുപേരും മാത്രമാണ് ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയിരുന്ന തുക, ഈ മകൾ ജീവനോടെ തന്നെ ഉണ്ട്, അപ്പോൾ അവരുടെ പേരിൽ വന്നിരുന്ന തുക അത് അച്ഛൻ കൈപ്പറ്റിയത് കൊണ്ട് അയാളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സമയത്തൊക്കെ നടത്തുന്നത് ബന്ധപ്പെട്ട് അത് CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതൊക്കെ എത്രത്തോളം ഉചിതമായ കാര്യമാണ് എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ എന്തായാലും ഉയർന്നു വരും. എന്തായാലും ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കുന്നതായിരിക്കും. അനു. ശരി.